നമസ്കാരം. പ്രൈം PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 ജൂൺ മാസം 11 മുതൽ 20 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തെ ചോദ്യം, 2025 ജൂണിൽ UN-യുടെ പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ്? 146.39 കോടിയാണ്. അപ്പോൾ 2025 ജൂൺ UN-യുടെ പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ജനസംഖ്യ 146.39 കോടിയാണ്. ഈ റിപ്പോർട്ട് അനുസരിച്ച് പുരുഷന്മാരുടെ ആയുർദൈർഘ്യം 71 വയസ്സും സ്ത്രീകളുടെ ആയുർദൈർഘ്യം 74 വയസ്സുമാണ്. അതേപോലെ രാജ്യത്തിന്റെ മൊത്തം ഫെർട്ടിലിറ്റി നിരക്ക് 1.9% കുറഞ്ഞുവെന്നും റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ 2025 ജൂൺ UN പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ്? 146.39 കോടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജൂണിൽ തമിഴ്നാട് സർക്കാർ വിജ്ഞാപനം ചെയ്ത ധനുഷ്കോടി സാങ്ച്വറിയിൽ സംരക്ഷിക്കുന്ന ദേശാടന പക്ഷിയാണ് ഗ്രേറ്റർ ഫ്ലമിംഗോ. 2025 ജൂണിൽ തമിഴ്നാട് സർക്കാർ വിജ്ഞാപനം ചെയ്ത ധനുഷ്കോടി സാങ്ച്വറിയിൽ സംരക്ഷിക്കുന്ന ദേശാടന പക്ഷി ഏതാണ്? ഗ്രേറ്റർ ഫ്ലമിംഗോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗസയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഭക്ഷണവും മറ്റു സഹായങ്ങളും എത്തിക്കാൻ പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബെർഗിന്റെ നേതൃത്വത്തിൽ ജൂൺ ആദ്യവാരം ഇറ്റാലിയൻ തുറമുഖമായ കാറ്റാനിയയിൽ നിന്നും പുറപ്പെട്ട കപ്പലിന്റെ പേരാണ് മെഡ്ലിൻ ഫ്രീഡം ഫ്ലോട്ടില. അപ്പോൾ ഗസയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഭക്ഷണവും മറ്റു സഹായങ്ങളുമായിട്ട് എത്തിക്കാൻ പോയ കപ്പലിന്റെ പേരാണ് മെഡ്ലിൻ ഫ്രീഡം ഫ്ലോട്ടില. ഇത് ആരുടെ നേതൃത്വത്തിലാണ്? പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബെർഗിന്റെ നേതൃത്വത്തിൽ ഇറ്റലിയിലെ തുറമുഖമായ കാറ്റാനിയയിൽ നിന്നും പുറപ്പെട്ട കപ്പലാണ് ഏത്? മെഡ്ലിൻ ഫ്രീഡം ഫ്ലോട്ടില. അപ്പോൾ ഗസയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഭക്ഷണവും മറ്റു സഹായങ്ങളും എത്തിക്കാൻ പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബെർഗിന്റെ നേതൃത്വത്തിൽ ജൂൺ ആദ്യവാരം ഇറ്റാലിയൻ തുറമുഖമായ കാറ്റാനിയയിൽ നിന്നും പുറപ്പെട്ട കപ്പൽ ഏതാണ്? മെഡ്ലിൻ ഫ്രീഡം ഫ്ലോട്ടില. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിർമ്മിത ബുദ്ധി സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലൈറ്റ് മിഷൻ ഗൺ സംവിധാനം വിജയകരമായി പരീക്ഷിച്ച രാജ്യമാണ് ഇന്ത്യ. നിർമ്മിത ബുദ്ധി സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലൈറ്റ് മിഷൻ ഗൺ സംവിധാനം വിജയകരമായി പരീക്ഷിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര തപാൽ വകുപ്പ് ISROയുടെയും ഹൈദരാബാദ് IITയുടെയും സഹായത്തോടെ തയ്യാറാക്കിയ പുതിയ സംവിധാനമാണ് ഡിജിപിൻ. അപ്പോൾ കേന്ദ്ര തപാൽ വകുപ്പ് പുറത്തിറക്കിയ പുതിയ സംവിധാനം ഏതാണ്? ഡിജിപിൻ ആണ്. ഇതിന് സഹായം നൽകിയത് ISROയും ഹൈദരാബാദ് IITയുമാണ്. അപ്പോൾ കേന്ദ്ര തപാൽ വകുപ്പ് ISROയുടെയും ഹൈദരാബാദ് IITയുടെയും സഹായത്തോടെ തയ്യാറാക്കിയ പുതിയ സംവിധാനമാണ് ഡിജിപിൻ. ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. അപ്പോൾ കേന്ദ്ര തപാൽ വകുപ്പ് ISROയുടെയും ഹൈദരാബാദ് IITയുടെയും സഹായത്തോടെ തയ്യാറാക്കിയ പുതിയ സംവിധാനമാണ് ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ അല്ലെങ്കിൽ ഡിജിപിൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജൂണിൽ ICC ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ഇന്ത്യൻ ക്രിക്കറ്ററാണ് MS ധോണി. 2025 ജൂണിൽ ICC ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റർ ആരാണ്? MS ധോണിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാലിദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായി നിയമിതയായതാരാണ്? കത്രീന കൈഫ്. മാലിദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായി നിയമിതയായതാരാണ്? കത്രീന കൈഫാണ്. അടുത്ത ക്വസ്റ്റ്യൻ, UN രക്ഷാസമിതിയുടെ ഭീകരവിരുദ്ധ കമ്മിറ്റിയുടെ സഹ അധ്യക്ഷ സ്ഥാനവും താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനവും ലഭിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. UN രക്ഷാസമിതിയുടെ ഭീകരവിരുദ്ധ കമ്മിറ്റിയുടെ സഹ അധ്യക്ഷ സ്ഥാനവും താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനവും ലഭിച്ച രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹാരപ്പൻ സംസ്കാരത്തിന് 5000 വർഷം മുമ്പുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയത് എവിടെയാണ്? ഗുജറാത്തിലെ കച്ചിലാണ്. അപ്പോൾ ഹാരപ്പൻ സംസ്കാരത്തിന് 5000 വർഷം മുമ്പുള്ള ജനവാസ കേന്ദ്രം അടുത്തിടെ കണ്ടെത്തിയത് എവിടെയാണ്? ഗുജറാത്തിലെ കച്ചിലാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ടെസ്ലയുടെ റോബോട്ടിക് പദ്ധതി തലപ്പത്ത് എത്തിയ ഇന്ത്യക്കാരനാണ് അശോക് എള്ളുസ്വാമി. ടെസ്ലയുടെ റോബോട്ട് തലപ്പത്ത് എത്തിയ ഇന്ത്യക്കാരനാരാണ്? അശോക് എള്ളുസ്വാമിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കൾ ആരാണ്? ദക്ഷിണാഫ്രിക്കയാണ്. 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കൾ ആരാണ്? ദക്ഷിണാഫ്രിക്കയാണ്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഓസ്ട്രേലിയനെയാണ് പരാജയപ്പെടുത്തിയത്. ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്തിയിട്ട് ദക്ഷിണാഫ്രിക്കയാണ് 2025 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കളായത്. ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. തെബാം ബാവുമയായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ. ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ ആരാണ്? തെബാം ബാവുമ. തെബാം ബാവുമയായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ. അപ്പൊ 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കൾ ആരാണ്? ദക്ഷിണാഫ്രിക്കയാണ്. ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയാണ് ദക്ഷിണാഫ്രിക്ക വിന്നറായത്. ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? തെബാം ബാവുമയാണ് ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ. ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ ICC ടെസ്റ്റ് ക്രിക്കറ്റ് കിരീടമായിരുന്നു ഇപ്പോൾ ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ് നിർമ്മിച്ച ഹൈബ്രിഡ് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് രുദ്രാസ്ത്രയുടെ പരീക്ഷണം നടന്നത് എവിടെയാണ്? രാജസ്ഥാനിലെ പൊക്രാനിലാണ്. അപ്പോൾ സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ് നിർമ്മിച്ച ഹൈബ്രിഡ് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് രുദ്രാസ്ത്രയുടെ പരീക്ഷണം നടന്നത് എവിടെയാണ്? രാജസ്ഥാനിലെ പൊക്രാനിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജൂണിൽ ഫെഡറൽ സർക്കാരിന്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ നടക്കുന്ന അമേരിക്കൻ സിറ്റിയാണ് ലോസ് ഏഞ്ചൽസ്. 2025 ജൂണിൽ ഫെഡറൽ സർക്കാരിന്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ നടക്കുന്ന അമേരിക്കൻ സിറ്റിയാണ് ലോസ് ആഞ്ചൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ജൂൺ 13 ഇറാനിലെ നിരവധി സ്ഥലങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ രഹസ്യനാമമാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. അപ്പോൾ 2025 ജൂൺ 13 ഇറാനിലെ നിരവധി സ്ഥലങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ രഹസ്യനാമം എന്താണ്? ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നാണ്. ഇസ്രയേലിന് മറുപടിയായി ഇറാനിന്റെ പ്രത്യാക്രമണത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3. 2025 ജൂൺ 13 ഇറാനിലെ നിരവധി സ്ഥലങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ രഹസ്യനാമമാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഇസ്രയേലിന് മറുപടിയായിട്ട് ഇറാൻ നടത്തിയ ആക്രമണമാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025-35 കാലയളവിൽ ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. 2025-35 കാലയളവ് ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നുള്ള വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭിക്കുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ് ജീവധാര. സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നുള്ള വിവരങ്ങളും വിരൽത്തുമ്പിൽ ലഭിക്കുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ് ജീവധാര. കെഡിസ്കിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിലെ ബാഗ്മോ എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് ആണ് ഈ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം സജ്ജമാക്കിയത്. അപ്പോൾ സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നുള്ള വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ആണ് ജീവധാര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തിടെ തെക്കേ ഇന്ത്യയിൽ നിന്നും പുതുതായി കണ്ടെത്തിയ ചാടും ചിലന്തിയാണ് സ്പാർട്ടിയസ് കരിഗിരി. അടുത്തിടെ തെക്കേ ഇന്ത്യയിൽ നിന്നും പുതുതായി കണ്ടെത്തിയ ചാടുന്ന ചിലന്തിയാണ് സ്പാർട്ടിയസ് കരിഗിരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ക്യാമ്പസ് ബ്രാഞ്ച് സ്ഥാപിക്കുന്നതിന് അനുമതി ലഭിച്ച ആദ്യത്തെ സ്കോട്ടിഷ് സർവകലാശാലയാണ് അബർഡീൻ സർവകലാശാല. ഇന്ത്യയിൽ ക്യാമ്പസ് ബ്രാഞ്ച് ആരംഭിക്കുന്നതിന് അനുമതി ലഭിച്ച ആദ്യത്തെ സ്കോട്ടിഷ് സർവകലാശാലയാണ് അബർഡീൻ സർവകലാശാല. മുംബൈയിലാണ് ക്യാമ്പസ് നിർമ്മിക്കാനായി പോകുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ക്യാമ്പസ് ബ്രാഞ്ച് സ്ഥാപിക്കുന്നതിന് അനുമതി ലഭിച്ച ആദ്യത്തെ സ്കോട്ടിഷ് സർവകലാശാല ചോദിച്ചാൽ ഏതാണ്? അബർഡീൻ സർവകലാശാല. അടുത്ത ക്വസ്റ്റ്യൻ, 2025 21ാമത് ക്ലബ് ലോകകപ്പിന്റെ
ലോകകപ്പിന്റെ വേദി എവിടെയാണ്? അമേരിക്ക. 2025 21ാമത് ക്ലബ് ലോകകപ്പിന്റെ വേദി അമേരിക്ക. 32 ടീമുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. 32 ടീമുകളാണ് പങ്കെടുക്കുന്നത്. 2025 ജൂൺ 14 മുതൽ ജൂലൈ 13 വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത്. ജൂൺ 14 മുതൽ ജൂലൈ 13 വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഉദ്ഘാടന മത്സരം ഇന്റർ മിയാമിയും അൽ അഹലിയുമാണ് ഉദ്ഘാടന മത്സരത്തിൽ കളിക്കുന്നത്. അപ്പോൾ 2025 21ാമത് ക്ലബ് ലോകകപ്പിന്റെ വേദി എവിടെയാണ്? അമേരിക്കയാണ്. 32 ടീമുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ജൂൺ 14 മുതൽ ജൂലൈ 13 വരെയാണ് ഉദ്ഘാടന മത്സരം. ഇന്റർ മിയാമിയും അൽ അഹലിയും തമ്മിലാണ് ഉദ്ഘാടന മത്സരം നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഇ സ്പോർട്സ് ലോകകപ്പ് ആഗോള അംബാസിഡറായി തിരഞ്ഞെടുത്തത് ക്രിസ്ത്യാനോ റൊണാൾഡോ. 2025 ഇ സ്പോർട്സ് ലോകകപ്പ് ആഗോള അംബാസിഡറായി തിരഞ്ഞെടുത്തത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഈ മെഥനോൾ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? ഡെൻമാർക്ക്. ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഈ മെഥനോൾ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? ഡെൻമാർക്കിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ത്യയിലെ ആദ്യത്തെ 3 നാനോമീറ്റർ ചിപ്പ് ഡിസൈൻ സെന്ററുകൾ ഉദ്ഘാടനം ചെയ്തത് ബാംഗ്ലൂരിലും നോയിഡയിലുമാണ്. അപ്പോൾ കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ത്യയിലെ ആദ്യത്തെ 3 നാനോമീറ്റർ ചിപ്പ് ഡിസൈൻ സെന്ററുകൾ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ബാംഗ്ലൂരിലും നോയിഡയിലുമാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ 3 നാനോമീറ്റർ ചിപ്പ് ഡിസൈൻ സെന്ററുകൾ എവിടെയാണ്? ബാംഗ്ലൂരിലും നോയിഡയിലുമാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര മന്ത്രി അശ്വനി വൈഷ്ണവാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ലോക രക്തദാന ദിനത്തിന്റെ പ്രമേയമാണ് രക്തം നൽകുക, പ്രതീക്ഷ നൽകുക, നമുക്ക് ഒരുമിച്ച് ജീവനുകൾ രക്ഷിക്കാം. രക്തം നൽകുക, പ്രതീക്ഷ നൽകുക, നമുക്ക് ഒരുമിച്ച് ജീവനുകൾ രക്ഷിക്കാം എന്നാണ് ലോക രക്തദാന ദിനമായിട്ട് ആചരിക്കുന്നത്. ജൂൺ 14 ലോക രക്തദാന ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ 2025 ലോക രക്തദാന ദിനത്തിന്റെ പ്രമേയം എന്താണ്? രക്തം നൽകുക, പ്രതീക്ഷ നൽകുക, നമുക്ക് ഒരുമിച്ച് ജീവനുകൾ രക്ഷിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വേൾഡ് ജൂറിസ്റ്റ് അസോസിയേഷന്റെ വേൾഡ് ജൂറിസ്റ്റ് അസോസിയേഷന്റെ മെഡൽ ഓഫ് ഓണർ ലഭിച്ച ആദ്യ ഇന്ത്യൻ അഭിഭാഷകനാണ് ഫുവൻ റിബു. വേൾഡ് ജൂറിസ്റ്റ് അസോസിയേഷന്റെ മെഡൽ ഓഫ് ഓണർ ലഭിച്ച ആദ്യ ഇന്ത്യൻ അഭിഭാഷകനാണ് ഫുവൻ റിബു. ലോകവ്യാപകമായി നീതിയും നിയമവാഴ്ചയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിയമ വിദഗ്ധരുടെ ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് വേൾഡ് ജൂറിസ്റ്റ് അസോസിയേഷൻ. 1963 സ്ഥാപിതമായ വേൾഡ് ജൂറിസ്റ്റ് അസോസിയേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് വാഷിംഗ്ടൺ DC-യിലാണ്. അപ്പോൾ വേൾഡ് ജൂറിസ്റ്റ് അസോസിയേഷന്റെ മെഡൽ ഓഫ് ഓണർ ലഭിച്ച ആദ്യ ഇന്ത്യൻ അഭിഭാഷകനാണ് ഫുവൻ റിബു. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ അഭിഭാഷകന് ഈ അസോസിയേഷന്റെ മെഡൽ ഓഫ് ഓണർ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പൊ വേൾഡ് ജൂറിസ്റ്റ് അസോസിയേഷന്റെ മെഡൽ ഓഫ് ഓണർ ലഭിച്ച ആദ്യ ഇന്ത്യൻ അഭിഭാഷകൻ ആരാണ്? ഫുവൻ റിബു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കർണാടക വനം വന്യജീവി വകുപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ വ്യക്തിയാണ് അനിൽ കുംബ്ലെ. കർണാടക വനം വന്യജീവി വകുപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായതാരാണ്? അനിൽ കുംബ്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം 18 നിന്നും 21 ഉയർത്തിയ സംസ്ഥാനമാണ് കർണാടക. അടുത്തിടെ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം 18 നിന്നും 21 ഉയർത്തിയ സംസ്ഥാനമാണ് കർണാടക. അടുത്ത ക്വസ്റ്റ്യൻ, 2024-25 സാമ്പത്തിക വർഷത്തിൽ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനത്തിൽ 1331.48 മെഗാവാട്ട് എന്ന ഏറ്റവും ഉയർന്ന ശേഷി നേടി രാജ്യത്ത് ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കർണാടക. 2024-25 സാമ്പത്തിക വർഷത്തിൽ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനത്തിൽ 1331.48 മെഗാവാട്ട്
മെഗാവോൾട്ട് എന്ന ഏറ്റവും ഉയർന്ന ശേഷി നേടി രാജ്യത്ത് ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കർണാടക. അതായത് കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? കർണാടകയാണ്. രണ്ടാം സ്ഥാനം തമിഴ്നാടിനാണ്. തമിഴ്നാടാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. മൂന്നാം സ്ഥാനം ഗുജറാത്തിനാണ്. മൂന്നാം സ്ഥാനം. അപ്പോൾ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? കർണാടകയാണ്. കർണാടകയിൽ കാറ്റിൽ നിന്നുമുള്ള വൈദ്യുതി 1333.4 മെഗാവാട്ട് ആണ്. കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനം 1331.48 മെഗാവാട്ട് ആണ് കർണാടകയിൽ. കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം കർണാടകയും രണ്ടാം സ്ഥാനം തമിഴ്നാടും മൂന്നാം സ്ഥാനം ഗുജറാത്തുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി വനം വകുപ്പ് നടപ്പിലാക്കിയ വിത്തുണ്ടകളുടെ പ്രചരണ പദ്ധതിയാണ് വിത്തൂട്ട്. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി വനം വകുപ്പ് നടപ്പിലാക്കിയ വിത്തുണ്ടകളുടെ പ്രചരണ പദ്ധതിയാണ് വിത്തൂട്ട്. മണ്ണിന്റെയും ജൈവ വളത്തിന്റെയും മിശ്രിതത്തിൽ പ്രാദേശിക സസ്യങ്ങളുടെ വിത്തുകൾ പൊതിഞ്ഞതാണ് ഈ വിത്തുണ്ടകൾ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി വനംവകുപ്പ് നടപ്പിലാക്കിയ വിത്തുണ്ടകളുടെ പ്രചരണ പദ്ധതിയാണ് വിത്തൂട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ നെല്ലിക്ക. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ നെല്ലിക്ക. അടുത്ത ക്വസ്റ്റ്യൻ, വയോജനങ്ങളുടെ ഏകാന്തത അകറ്റുന്നതിനായിട്ട് സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സല്ലാപം. വയോജനങ്ങളുടെ ഏകാന്തത അകറ്റുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സല്ലാപം. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ കണ്ടെത്തുകയും യുവാക്കളുമായിട്ടുള്ള ബന്ധം ദൃഢപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഫോൺ എ ഫ്രണ്ട് മാതൃകയിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ വയോജനങ്ങളുടെ ഏകാന്തത അകറ്റുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സല്ലാപം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുടുംബശ്രീക്ക് കീഴിലുള്ള സംരംഭങ്ങളെ സാങ്കേതിക പരിശീലനം ലഭ്യമാക്കി വിജയകരമാക്കാൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് ശ്രീ. കുടുംബശ്രീക്ക് കീഴിലുള്ള സംരംഭങ്ങളെ സാങ്കേതിക പരിശീലനം ലഭ്യമാക്കി വിജയകരമാക്കാൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് ശ്രീ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബഹുരാഷ്ട്ര സൈനിക അഭ്യാസമായ എക്സർസൈസ് കാൺക്വസ്റ്റ് 2025 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് മംഗോളിയ. ബഹുരാഷ്ട്ര സൈനികാഭ്യാസമായ എക്സർസൈസ് കാൺക്വസ്റ്റ് 2025 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് മംഗോളിയ. അടുത്ത ക്വസ്റ്റ്യൻ, യുകെയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ MI6 നയിക്കുന്ന ആദ്യ വനിതയാണ് ബ്ലെയ്സ് മെട്രേബലി. യുകെയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ MI6 നയിക്കുന്ന ആദ്യ വനിതയാണ് ബ്ലെയ്സ് മെട്രേബലി. നെക്സ്റ്റ്, സൈപ്രസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിയോസ് III ഓഫ് സൈപ്രസ് എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യനാണ് നരേന്ദ്രമോദി. സൈപ്രസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിയോസ് III ഓഫ് സൈപ്രസ് ബഹുമതി ലഭിച്ച ഇന്ത്യക്കാരനാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന 23ാമത് ഒരു വിദേശ പുരസ്കാരമാണ് ഇത്. ഇപ്പൊ സൈപ്രസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിയോസ് III ഓഫ് സൈപ്രസ് ബഹുമതി ലഭിച്ചത് ആർക്കാണ്? നരേന്ദ്രമോദിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വേൾഡ് ഇക്കണോമിക് ഫോറം പുറത്തിറക്കിയ ആഗോള ഊർജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 71. വേൾഡ് ഇക്കണോമിക് ഫോറം പുറത്തിറക്കിയ ആഗോള ഊർജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 71. ഒന്നാം സ്ഥാനം സ്വീഡൻ. ഫസ്റ്റ് സ്ഥാനം ആർക്കാണ്? ഒന്നാം സ്ഥാനം സ്വീഡനാണ്. ഒന്നാം സ്ഥാനം സ്വീഡൻ ഒന്നാം സ്ഥാനവും ഫിൻലാൻഡ് സെക്കൻഡ് സ്ഥാനവുമാണ്.
സെക്കൻഡ് ഫിൻലാൻഡ്. ഒന്നാം സ്ഥാനം സ്വീഡനും രണ്ടാം സ്ഥാനം ഫിൻലാൻഡിനുമാണ്. ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? 71 ഇന്ത്യയുടെ സ്ഥാനം. 2024 ഇന്ത്യയുടെ സ്ഥാനം 63 ആയിരുന്നു. അപ്പൊ വേൾഡ് ഇക്കണോമിക് ഫോറം പുറത്തിറക്കിയ ആഗോള ഊർജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 71. ഒന്നാം സ്ഥാനം സ്വീഡന്, രണ്ടാം സ്ഥാനം ഫിൻലാൻഡിനാണ്. 2024 ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 63 ആണ്. 2025 ഇന്ത്യയുടെ സ്ഥാനം 71. ഊർജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 71. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗതിശക്തി മൾട്ടി മോഡൽ കാർഗോ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തത് ഗുരുഗ്രാമിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗതിശക്തി മൾട്ടി മോഡൽ കാർഗോ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഗുരുഗ്രാമിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ, അതായത് ഉത്തര കൊറിയയിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് അലിയാവതി ലോങ്കുമാർ. ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ, അതായത് ഉത്തര കൊറിയയിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായ വ്യക്തിയാണ് അലിയാവതി ലോങ്കുമാർ. നെക്സ്റ്റ്, കേരളത്തിന്റെ സംസ്ഥാന ഉരകമായി പ്രഖ്യാപിക്കാൻ പോകുന്നത് ചേര. കേരളത്തിന്റെ സംസ്ഥാന ഉരകമായി പ്രഖ്യാപിക്കാൻ പോകുന്നത് ആരെയാണ്? ചേര. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം പിടിച്ച മലയാളിയാണ് പി മാളവിക. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം പിടിച്ച മലയാളിയാണ് പി മാളവിക. ദേശീയ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിലാണ് പി മാളവിക ഇടം പിടിച്ചത്. കാസർഗോഡ് നീലേശ്വരം ബംഗള സ്വദേശിയാണ് പി മാളവിക. അപ്പോൾ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം പിടിച്ച മലയാളിയാണ് പി മാളവിക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? മഹാരാഷ്ട്ര. അടുത്ത ക്വസ്റ്റ്യൻ, രുചി വൈഭവം കൊണ്ട് യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൽ ഇടം പിടിക്കാൻ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരമാണ് ലക്നൗ. രുചി വൈഭവം കൊണ്ട് യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൽ ഇടം പിടിക്കാൻ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരമാണ് ലക്നൗ. അടുത്ത ക്വസ്റ്റ്യൻ, ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായ സന്ദർഭത്തിൽ ഇരു രാജ്യങ്ങളിലും കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായ സന്ദർഭത്തിൽ ഇരു രാജ്യങ്ങളിലും കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ് INS അർനാല. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റിന്റെ പേരാണ് INS അർനാല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 കേന്ദ്ര യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അഖിൽ പി ധർമ്മജൻ. 2025 കേന്ദ്ര യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അഖിൽ പി ധർമ്മജൻ. അദ്ദേഹത്തിന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2025 കേന്ദ്ര യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അഖിൽ പി ധർമ്മജനാണ്. അദ്ദേഹത്തിന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇതില് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീജിത്ത് മുത്തേടത്തിനാണ്. കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നോവലിന്. അപ്പോൾ കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീജിത്ത് മുത്തേടത്തിനാണ്. പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന് പറയുന്ന നോവലിനാണ് ലഭിച്ചത്. അപ്പോൾ 2025 കേന്ദ്ര യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അഖിൽ പി ധർമ്മജൻ. കൃതി ചോദിച്ചാൽ ഏതാണ്? റാം കെയർ ഓഫ് ആനന്ദി. ഇതിൽ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീജിത്ത് മുത്തേടത്തിനാണ്. പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന് പറയുന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്രൊയേഷ്യ സന്ദർശനം നടത്തിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്രൊയേഷ്യ സന്ദർശനം നടത്തിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാൻ പുറത്തിറക്കിയ ആപ്പാണ് കോർട്ട് ക്ലിക്ക്. മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാൻ പുറത്തിറക്കിയ ആപ്പാണ് കോർട്ട് ക്ലിക്ക്.
ഒരു കേസ് ട്രാക്ക് ചെയ്യുന്നതിന് പ്രതിവർഷം 9 രൂപയും ഒന്നിലധികം കേസുകൾ ട്രാക്ക് ചെയ്യുന്നതിന്, അതായത് പരമാവധി 10 കേസുകൾ ട്രാക്ക് ചെയ്യുന്നതിന് പ്രതിവർഷം 1999 രൂപയുമാണ് ചിലവ് വരുന്നത്. അപ്പോൾ മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാൻ പുറത്തിറക്കിയ ആപ്പാണ് കോർട്ട് ക്ലിക്ക്. നെക്സ്റ്റ്, അടുത്തിടെ ഏത് സംസ്ഥാനത്ത് നിന്നാണ് മഖാന US-ലേക്ക് കയറ്റുമതി ചെയ്തത്? മഖാന ഒരു നട്ടാണ്. അപ്പൊ അടുത്തിടെ ഏത് സംസ്ഥാനത്ത് നിന്നാണ് മഖാന US-ലേക്ക് കയറ്റുമതി ചെയ്തത്? ബീഹാറിൽ നിന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗവേഷകരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രി ജിപാൻ അനുപ്രേരണ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ആസാം. ഗവേഷകരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രി ജിപാൻ അനുപ്രേരണ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ആസാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമാകാൻ ഒരുങ്ങുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. സംസ്ഥാനത്തെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമാകാൻ ഒരുങ്ങുന്നത് ആറളം വന്യജീവി സങ്കേതമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ LPG സംഭരണ കേന്ദ്രമാണ് മംഗളൂരിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ LPG സംഭരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മംഗളൂരു. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഡൽഹി ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത് കങ്കണ റണാവത്ത്. 2025 ഡൽഹി ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതരായത് കങ്കണ റണാവത്ത് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ലോക അഭയാർത്ഥി ദിനത്തിന്റെ പ്രമേയമാണ് അഭയാർത്ഥികളോട് ഐക്യദാർഢ്യം. 2025 ലോക അഭയാർത്ഥി ദിനത്തിന്റെ പ്രമേയമാണ് അഭയാർത്ഥികളോട് ഐക്യദാർഢ്യം. എന്നാണ് ലോക അഭയാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നത്? ജൂൺ 20 ലോക അഭയാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ 2025 ലോക അഭയാർത്ഥി ദിനത്തിന്റെ പ്രമേയം എന്താണ്? അഭയാർത്ഥികളോട് ഐക്യദാർഢ്യം എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന യാത്രാ വെബ്സൈറ്റ് ആണ് കേരള ടൂറിസം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന യാത്രാ വെബ്സൈറ്റ് ആണ് കേരള ടൂറിസം. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന യാത്രാ വെബ്സൈറ്റ് ആണ് കേരള ടൂറിസം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന യാത്രാ വെബ്സൈറ്റ് ആണ് കേരള ടൂറിസം. കേരള ടൂറിസത്തിന്റെ വെബ്സൈറ്റ് ആണ് kerala-tourism.org. അപ്പോൾ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന യാത്രാ വെബ്സൈറ്റ് ഏതാണ്? കേരള ടൂറിസം ആണ്. ഇതിൽ 2ാം സ്ഥാനം ഇൻക്രെഡിബിൾ ഇന്ത്യക്കാണ്. അപ്പോൾ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന യാത്രാ വെബ്സൈറ്റ് ആണ് കേരള ടൂറിസം. 2ാം സ്ഥാനം ഇൻക്രെഡിബിൾ ഇന്ത്യക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജയ്പൂരിനടുത്തുള്ള ആരവല്ലി കുന്നുകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് പോർട്ടുലാക്ക ഭാരത്. ജയ്പൂരിനടുത്തുള്ള ആരവല്ലി കുന്നുകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ സസ്യമിനമാണ് പോർട്ടുലാക്ക ഭാരത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സഹകരണ സംഘത്തിന്റെ രാജ്യത്തെ ആദ്യ ഓൺലൈൻ ടാക്സിയാണ് സഹകാർ ടാക്സി. സഹകരണ സംഘത്തിന്റെ രാജ്യത്തിലെ ആദ്യത്തെ ഓൺലൈൻ ടാക്സിയാണ് സഹകാർ ടാക്സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോട്ടോർ വാഹന സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് IT അധിഷ്ഠിതമായി രൂപകൽപ്പന ചെയ്ത സോഫ്റ്റ്വെയർ ആണ് വാഹൻ. മോട്ടോർ വാഹന സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് IT അധിഷ്ഠിതമായി രൂപകൽപ്പന ചെയ്ത സോഫ്റ്റ്വെയർ ആണ് വാഹൻ. അടുത്ത ക്വസ്റ്റ്യൻ, കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന ഇരട്ട തുരങ്കപാതയാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന ഇരട്ട തുരങ്കപാതയാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. 8.735 കിലോമീറ്റർ ആണ് ഈ തുരങ്കപാതയുടെ ആകെ നീളം എന്ന് പറയുന്നത്. അപ്പൊ കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന ഇരട്ട തുരങ്കപാതയാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. ഇതിന്റെ ടോട്ടൽ ദൂരം എത്രയാണ്? 8.735 കിലോമീറ്റർ ആണ് ഈ ഇരട്ട തുരങ്കപാതയുടെ നീളം. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.